കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലടാവേ. ഗഡി ഇപ്പോഴും അവരെ ആഗ്രഹങ്ങളൊന്നും ചെറുതല്ല കേട്ടോ. നമ്മുടെ ശ്രീകുട്ടൻ കഴിഞ്ഞ 5 വർഷമായി സ്കേറ്റിംഗ് പഠിക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം ഡെക്കത്തലോണിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ അതാ നമ്മുടെ തോപ്പ് സ്റ്റേഡിയത്തിൽ പ്രൊഫഷണൽ ആയിട്ട് കോച്ച് ജ്യോതി സാറിന്റെ കീഴിൽ ഈ കാണുന്ന സാറിന്റെ കീഴിൽ ആള് കുറച്ചധികം നാളായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഫൈനലി കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പുള്ളിക്കാരന്റെ പ്രൊഫഷണൽ ഷൂ കയ്യിലെത്തിയിരിക്കുകയാണ്. ഷൂസിന്റെ വിലയും കൂടെ ഒന്ന് പറയാമോ? 54,000 രൂപ സാധനമാണ് വടിയിലിരിക്കുന്നത് ശ്രീകുട്ടന്റെ. അതന്നെ അതെ തന്നെ നിങ്ങൾ പൂജിക്കണം. കേട്ടത് മാറിപ്പോയതൊന്നല്ല കേട്ടോ. ഏകദേശം അത്ര വിലയുണ്ട് ആ ഷൂന്. ഒരു 54K ഒക്കെ അടുപ്പിച്ച് വില വരുന്നതാണ് ഇതിന്റെ ഈ ഒരു മെറ്റീരിയലും അതുപോലെ തന്നെ ഷൂ എന്ന് പറയുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുകയും വേണം. തലൂരി വീട്ടിൽ വെച്ച് തുടങ്ങിയ ഒരു ആഗ്രഹമാണ് സ്കേറ്റിംഗ് പഠിക്കാന്നുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ മലയോര ഗ്രാമത്തിലേക്ക് പോയപ്പോൾ ഇവിടം വരെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷെ കൂട്ടുകാരൊന്നും ഇല്ലാത്തൊരു ലോകത്ത് ശ്രീകുട്ടൻ ഒറ്റയ്ക്ക് വിടാനുള്ള മടി കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ മക്കളുടെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നല്ല, അവരുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ നമ്മളൊരു കൈ പിടിച്ച് മുന്നോട്ട് പോകുന്നു മാത്രം. ഇതിടല് കുറച്ച് പണിയാണ്, കാരണം ഉള്ളില് മെറ്റലാണ് വരുന്നത്. ഇതിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഇതുമായിട്ട് നമ്മുടെ കാല് അഡാപ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച നല്ല പെയിനും അതുപോലെ തന്നെ ഷൂ ബൈറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഇത് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഓർമ്മയാണ് കേട്ടോ. ഇവൻ വലുതാകുമ്പോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കുറേ നാൾ കാത്തിരുന്ന് കിട്ടിയ ഷൂ ഒക്കെ ഇടുന്നത് കാണാനായിട്ട് പുള്ളിയുടെ ചേച്ചിയും കൂട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാം ഡൗൺ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ ചേച്ചിമാനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ചേച്ചിയമ്മയ്ക്കും അമ്മയ്ക്കും ഒക്കെ അത്ഭുതമായിരുന്നു. ശ്രീകുട്ടൻ ഇത്ര വലുതായി അവൻ ഒരു സ്കേറ്റിംഗ് ഷൂ ഒക്കെ പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി എന്നതിൻ്റെ പേരിൽ. ഇനി ഇവിടെ ഉത്സവമായിരുന്നു കേട്ടോ. അതായത് ശിവരാത്രി ആഘോഷം. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ.